വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നത് മുസ്ലിമിന്റെ കടപ്പാടാണ്. വാക്ക് പറഞ്ഞിട്ട് പാലിക്കുന്നില്ലെങ്കിൽ അത് നിഫാഖിന്റെ ലക്ഷണം. അത് വലിയ അപകടം പിടിച്ച സംഗതിയാണ്. ഈമാനില്ലാത്തവന്റെ ലക്ഷണമാണ് വാക്ക് പാലിക്കാതിരിക്കുക എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും വാക്ക് പാലിക്കണം. ഇപ്പൊ ദർസും മദ്രസയും ഒക്കെ തുറന്ന സമയമാണ്. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ വാക്ക് പാലിക്കണം. മുത്തഅല്ലിമീങ്ങൾ എങ്ങനെ വാക്ക് പാലിക്കാന്ന് പറഞ്ഞത്? മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ ദർസിൽ വന്ന് ചേരുന്നത് ഉസ്താദ് പറയുമ്പോലെ അനുസരിക്കൂന്ന് പറഞ്ഞ. അതേപോലെ തന്നെ ഞാൻ നന്നായി പഠിക്കൂന്നുണ്ട്. അല്ലെങ്കിൽ ഉസ്താദുണ്ടോ ദർസിലെടുക്കുന്നത്? ആ വാക്ക് പാലിച്ചുകൊണ്ട് വേണം മുത്തഅല്ലിമീങ്ങൾ ജീവിക്കാൻ. മദ്രസയിൽ ഒരു ഉസ്താദിനെ നിശ്ചയിച്ചാൽ ആ ഉസ്താദ് മദ്രസ തുടങ്ങുന്നത് 6:30 6:20 25 ഉസ്താദ് മദ്രസയിൽ എത്തണം. കുട്ടികൾ എത്തിയിട്ട് 4 തല്ലുണ്ടാക്കി തലപൊട്ടിച്ചതിന് ശേഷം എല്ലാ മൊയിലാര് വരേണ്ടത്. അതിന് മുമ്പ് തന്നെ. അതേപോലെ തന്നെ അതാ കുട്ടികളെല്ലാം പോയതിന് ശേഷമേ ഉസ്താദ് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് കുട്ടികൾ തല്ലുണ്ടാക്കും. കുട്ടികൾ ചെറിയ മക്കളല്ലേ, അവർ തല്ലുണ്ടാക്കും. എന്ന് മാത്രമല്ല, അവരെ സമയം നഷ്ടപ്പെട്ടു പോകും. ആകെ ഇൽമു പഠിക്കാൻ കിട്ടുന്ന വളരെ ചെറിയൊരു സമയമാണ്, അത് നഷ്ടപ്പെട്ടു പോകും. അത് വാക്ക് പാലിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ സദറുസ്താദ് കമ്മിറ്റിക്കാരായിട്ടൊരു വാക്കുണ്ട്, ബാക്കിയുള്ള മുഅല്ലിമീങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാൻ. അയാളത് ചെയ്യണം. പിന്നാടെ മുഅല്ലിമീങ്ങളും സദറുസ്താദായിട്ട് ഒത്തുകളിക്കാൻ പറ്റും? അത് പറ്റൂല. വാക്ക് പാലിക്കണം. കമ്മിറ്റിക്കാരും വാക്ക് പാലിക്കണം. അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുത്തില്ലെങ്കിലോ അവർ പിന്നെ കാറ്റടിച്ചിട്ട് ജീവിക്കാനാ? അവർക്ക് ജീവിക്കണ്ടേ? അതിന് വലിയ ശമ്പളമൊന്നും കൊടുക്കണ്ട. പിന്നെ മാഷന്മാർക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ കൊടുത്താൽ മതി. ഡോക്ടർക്ക് കിട്ടുന്ന പോലെ ഒന്നും കൊടുക്കണ്ട. മാഷന്മാർക്ക് കിട്ടുന്ന പോലത്തെ ശമ്പളം കൊടുത്താൽ മതി. പക്ഷെ മാഷന്മാർ ചിലപ്പോൾ സ്കൂളിൽ ചേരാൻ വേണ്ടി 30 ലക്ഷം 40 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ചേർന്നതായിരിക്കും. ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക് ഒരു മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്ര കൊടുക്കണ്ട, കുറച്ചുകൂടി. എന്നാലും ആ ഉസ്താദുമാർക്ക് യാചിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കണം. അത് കമ്മിറ്റിക്കാരും ശ്രമിക്കണം. അതിനെന്ത് വേണം? കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തവരുണ്ടല്ലോ, അതാരാ? അത് നാട്ടിലെ ജനറൽ ബോഡി അംഗങ്ങള്. അവരും വാക്ക് പാലിക്കണം. അവരെന്തേ വാക്ക് പാലിച്ചു? നിങ്ങൾ പ്രസിഡന്റ് ആയിക്കോളി, ഞങ്ങൾ നിങ്ങളെ പിന്നിലുണ്ട്. നിങ്ങൾ സെക്രട്ടറി ആയിക്കോളി, ഞങ്ങൾ നിങ്ങളെ പിന്നിലുണ്ട്. അത് നിങ്ങൾ ഖജാൻജി ആയിക്കോളി, ഞങ്ങൾ പിന്നിലുണ്ട്. ഈ വാക്ക് പാലിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവർ പ്രസിഡന്റ് സെക്രട്ടറി ആയത്. അപ്പൊ അവരോട് ജനറൽ ബോഡി അംഗങ്ങളും വാക്ക് പാലിക്കണം. ഇതുപോലെ എല്ലാവരും പരസ്പരം വാക്ക് പാലിക്കണം. വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു വാക്കുണ്ട്. എന്താണ്? നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഖാദിയാര് പറഞ്ഞൊരു വാക്കുണ്ട്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ മഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഞാൻ നിനക്ക് ഇണയാക്കി തരുന്നു. അതാണ് ഉസവ്വിജുക എന്നതിന്റെ അർത്ഥം. ഇണയാക്കി തരുന്നു എന്നാണ്. ഞാൻ നിനക്ക് ഇണയാക്കി തരുന്നു. വിവാഹം ചെയ്തു തരിക എന്നുള്ള ഭാഷ അത് അതിന്റെ അർത്ഥം അല്ല. ഉസവ്വിജുക, നിനക്ക് ഞാൻ ഇണയാക്കി തരുന്നു, ജോഡിയാക്കി തരുന്നു. അത് വല്ലാത്ത അർത്ഥമുള്ളൊരു വാക്കാ. കാരണം ഇണ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇല്ലെങ്കിൽ മറ്റേതിന് പ്രസക്തിയില്ല. അതാണ് ഇണ. നിങ്ങളൊരു ചെരുപ്പ് വീടിയെ പോയിട്ട് ഒരു ചെരുപ്പ് വേണോ എന്ന് പറഞ്ഞു, 2 ചെരുപ്പാ തരിക. കാരണം ഒന്നില്ലേ മറ്റേതിന് പ്രസക്തിയില്ല. അപ്പോ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 2. അതാണ് ഇണ എന്ന് പറയുന്നത്. ജോഡി, ഒന്നില്ലെങ്കിൽ മറ്റതിന് പ്രസക്തിയില്ല. അത്ര വലിയ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അതറിയിക്കുന്ന വാചകം. ഉസവ്വിജുക, നിനക്ക് ഞാൻ ഇണയാക്കി തരുന്നു. കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ശേഷം അങ്കഹത്തുക്കാന്നോ സവ്വജുക്കാന്ന് പറയും. അപ്പോഴേ ഇണയാക്കി കൊടുക്കലാവുള്ളൂ. ഇതിന്റെ മുമ്പുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച്. അതെന്താണത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നല്ല നിലക്ക് എന്റെ മകളെ അല്ലെ എന്റെ പെങ്ങളെ ആരാണോ വിവാഹം ചെയ്ത് കൊടുക്കുന്ന ആള് പറയാൻ, എന്റെ മകളെ നല്ല നിലക്ക് പിടിച്ചു നിർത്തിക്കൊണ്ടുപോകണം. പിന്നെ വിവാഹം കഴിച്ച് നിക്കാഹ് ചെയ്തതിനു ശേഷം പിന്നെ അവളെ വാപ്പാനെ പറയാനും ഉമ്മാനെ പറയാനും അവളെ ചീത്ത വിളിക്കാനും അവളെ മനസ്സ് വേദനിപ്പിക്കാനും അവളെ പീഡിപ്പിക്കാനൊന്നും പാടില്ല. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിലോ അല്ലെ ചിലപ്പോ അവളെ സ്വഭാവം ഒരു നിലക്കും സഹിച്ചു പോകില്ല, അങ്ങനെ കുടുങ്ങി മറിഞ്ഞിന്, എന്നാ പിന്നെ നല്ല നിലയ്ക്ക് വിട്ടുതരണം. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, ഇത് പറഞ്ഞിട്ട് ആ ശേഷം നിക്കാഹിന്റെ വാചകം പറയാം. ഫസ്റ്റ് ഈ ഗ്യാരണ്ടി വാങ്ങുക. എന്നിട്ടാണ് അങ്കഹതുക ബിന്തി, എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു. അതാണ് നിക്കാഹിന്റെ അർത്ഥം. വിവാഹം ചെയ്തു തന്നു എന്ന് അല്ല അതിന്റെ അർത്ഥം. ചിലർ എന്തെല്ലാമോ പറയലുണ്ട് നിക്കാഹിൽ.
ഹലാലായ ഭാര്യയാക്കി തന്നു എന്നെല്ലാം പറയുന്ന നേരെ നിക്കാഹ് കേൾക്കാറുണ്ട്. ഹലാലല്ലാത്ത ഭാര്യ ഉണ്ടാവും. അപ്പോ എന്താണ് അതിന്റെ അർത്ഥം? അങ്കഹത്തുക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ മതി. അറബി തന്നെ പറഞ്ഞാൽ മതി. എല്ലാം ഇങ്ങനെ മലയാളം പറയണമെന്നുണ്ടോ? നമ്മള് കോടതിയിലെ മുൻസിഫ് എന്നാ പറയാ, അത് അറബിയല്ലേ? മുൻസിഫ് എന്ന് പറഞ്ഞാൽ അറബിയാണ് ആ ഭാഷ. അതുപോലെ തന്നെ വക്കീല്, കോടതിയിൽ വക്കീല് തന്നെ അറബിയല്ല, അത് വക്കീൽ. നമ്മളെ കേസ് ഏൽപ്പിക്കപ്പെട്ട ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അത് അറബിയാണ് വക്കീൽ. അതൊക്കെ നമ്മൾ മലയാളാക്കി തന്നെ ഉപയോഗിക്കുന്നില്ല. അറബി വാചകം അങ്ങനെ എത്ര വാചകമുണ്ട്. കുട്ടികൾ പാസ്സായി എന്ന് പറയില്ല, അത് അറബിയാണ്. എന്താണ് പാസ്സായി? ഫാസായി, ഫാസ എന്നാണ് വിജയിച്ചു എന്നാ, ഫൗസായി എന്നാ പറഞ്ഞത്, പാസ്സായി. അപ്പൊ അങ്ങനെ അറബിയിലുള്ള വാചകങ്ങൾ ധാരാളം നമ്മൾ പറയില്ലേ. അപ്പൊ അങ്കഹത്തുക ബിന്തി, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് തന്നെ അർത്ഥം പറയാം. ഇനി അല്ല മലയാളം പറയാണോ കൂട്ടിച്ചേർത്ത് തന്നു. എന്താണ്? വലിയ അർത്ഥമുള്ള വാക്കാണ്. ചായപ്പൊടിയും നല്ല തിളക്കുന്ന വെള്ളവും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും ചേർത്തപ്പോ മൊത്തത്തിൽ അതിന്റെ പേര് ചായ ആണ്. അത് കൂട്ടിച്ചേർത്താ അങ്ങനെ എല്ലാം കൂടി ഒന്നാണ്. ഇനി ഭാര്യയും നീയും തന്നെ രണ്ടൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. ആ രണ്ട് കുടുംബവും പരസ്പരം ഒന്നാണ്. ആ ആശയം വരുന്ന വാചകമാണ് ഖുർആൻ നിക്കാഹിന് പറഞ്ഞത്. അപ്പൊ അതൊരു വലിയ കരാറാണ്. ആ കരാറിലൂടെ ഭാര്യയെ സ്വീകരിച്ചാൽ അവിടെ ആ ഭാര്യയെ വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനും പാടില്ല. അതേപോലെ ഭർത്താവിനെയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല. വളരെയേറെ ഭർത്താവിനെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ പടച്ചവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുകയും വേണം. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല സ്ത്രീകൾ അവരാരാ? ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബ്, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്ന സ്ത്രീകളാണ്. നേരത്തെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും, അതുപോലെ മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കും, അല്ലാഹുവിനെ അനുസരിക്കും, കളവ് പറയൂല, ചീത്ത പറയൂല, തെറി പറയൂല, ഗീബത്ത് പറയൂല, അതേ അല്ലാഹുവിനെ അനുസരിക്കും. അതുപോലെ ഭർത്താവിനെയും അനുസരിക്കും. രണ്ടും ആ തഫ്സീറിൽ നമുക്ക് കാണാം. അങ്ങനെ ഭർത്താവിനെയും അല്ലാഹുവിനെയും അനുസരിക്കുന്ന സ്ത്രീകൾ സാലിഹത്തായ സ്ത്രീകൾ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹ. ഒരു മനുഷ്യന് ഭൂമിയിൽ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഖ്യത്തിന്റെ വസ്തു എന്ന് പറയുന്നത് സാലിഹായ ഒരു സ്ത്രീയാണ്. അവൾ ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബ്. ഭർത്താവ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ സൂക്ഷിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട്, പവിത്രത സൂക്ഷിച്ച്, പതിവ്രത സൂക്ഷിച്ച്, അതേ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ അവരാണ് സാലിഹത്തായ സ്ത്രീകൾ എന്ന് ഖുർആൻ. അപ്പൊ അവരും ബാപ്പയും അതേപോലെ ഈ വരനും തമ്മിൽ കരാറ് നടത്തിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. ആ സമയത്ത് ഈ വരൻ ബിമഹരി കഥാ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹ മൂല്യവും കൂടി പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര മഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഇദ്ദേഹം എന്നോടങ്ങോട്ട് മഹറൊന്നും വാങ്ങിയിട്ടില്ല, എനിക്ക് മഹർ തന്നിട്ടുണ്ട്. എന്നോടങ്ങോട്ട് മഹർ വാങ്ങുന്നൊരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീക്ക് വലിയ മൂല്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അതിങ്ങനെ ധർമാസ്പത്രിയിലെ മരുന്ന് പോലെ വെറുതെ ഇട്ടുന്നൊരു സാധനമാക്കിയിട്ടില്ല. മറിച്ച് അതുകൊണ്ട് തന്നെയല്ലേ ധർമാസ്പത്രിയിലെ മരുന്ന് പലപ്പോഴും ജനലിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും, കുടിക്കൽ കുറവായി. ഒരു കുറച്ച് ആശ്വാസം കിട്ടിയാൽ പിന്നെ കുടിക്കില്ല. അങ്ങനെ ആക്കാൻ പറ്റൂലത്. അതുകൊണ്ട് തന്നെ വിവാഹ മൂല്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഫീസ് അടച്ചിട്ട് മാത്രം. അങ്ങനെയാകുമ്പോൾ കുറച്ച് ബേജാറുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേ ഈ ഫീസ് അടിച്ച് പഠിപ്പിക്കുന്ന സ്കൂളും ഫീസ് അടക്കാണ്ട് പഠിപ്പിക്കുന്ന സ്കൂളായിട്ട് എന്താണ് രക്ഷിതാക്കളെ ശ്രദ്ധ എന്നറിയോ? ഫീസ് അടിച്ച് പഠിപ്പിക്കുന്നതാണെങ്കിൽ അതിന്റെ സാധാരണ സ്വഭാവമാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് വലിയ മൂല്യം കൽപ്പിച്ചതാണ് ഇസ്ലാം. അതുകൊണ്ട് മഹർ കൊടുക്കണോ തന്നെ, അങ്ങനെ മഹർ തന്ന് വിവാഹം കഴിച്ചതാണ്. അപ്പൊ എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്നുള്ള ബോധം ആ സ്ത്രീക്കും ഉണ്ടാകണം. ഏതായിരുന്നാലും ശരി, കരാറ് അവരും പാലിക്കണം. അങ്ങനെ എല്ലാവരും കരാറ് പാലിക്കുന്നവരാകണം. അൽഹംദുലില്ലാഹ്.